എമിദിയോയുടെ ജനനം മുതലുണ്ടായ സംഭവങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. ഇറ്റലിയിലെ അബ്രൂസോയിൽ ജിയോവനയുടെയും കാത്തറീനയുടെയും മകനായി 1905 എമിദിയോ ജനിക്കുന്നത്. ജനനത്തെ തുടർന്ന് എമിദിയോയ്ക്ക് പോളിയോ രോഗം സ്ഥിരീകരിച്ചു. ഈ സമയം എമിദിയോയുടെ അമ്മ തൻ്റെ മകനെ എടുത്തുകൊണ്ട് അടുത്തുള്ള പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിലേക്കാണ് പോയത്. പോളിയോ ബാധിച്ച മകനെ ദേവാലയത്തിലെ അൾത്താരയ്ക്ക് മുമ്പിൽ കിടത്തി ആ അമ്മ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടി. അത്ഭുതമെന്ന് പറയട്ടെ, കുഞ്ഞിൻ്റെ അനങ്ങാത്ത കാലുകൾ പതിയെ ചലിക്കുവാൻ തുടങ്ങി. ആ കുഞ്ഞ് അത്ഭുതകരമായി സൗഖ്യപ്പെട്ടു. അതായിരുന്നു എമിദിയോയുടെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ അത്ഭുതം. വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുകയായിരുന്നു 1915 എമിദിയോയ്ക്ക് തൻ്റെ 9ാം വയസ്സിൽ നാട്ടിൽ ഒരു വലിയ ഭൂചലനം ഉണ്ടാകുന്നതായി ദർശനം ലഭിക്കുന്നത്. ആ 9 വയസ്സുകാരൻ ഇത് മറ്റുള്ളവരോട് പങ്കുവച്ചപ്പോൾ അവജ്ഞയോടെ അവനെ എല്ലാവരും തള്ളിക്കളഞ്ഞു. പക്ഷേ ഏവരെയും ഞെട്ടിച്ച് ആ വർഷം ഒരു ജനുവരി 13 എമിദിയോയുടെ ദർശനം പോലെ തന്നെ അതിതീവ്രമായ ഒരു ഭൂചലനം അബ്രൂസോയെ പിടിച്ചു കുലുക്കി. എമിദിയോയുടെ 2 ഇളയ സഹോദരിമാർ ഉൾപ്പെടെ 30,000 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. എമിദിയോയും അമ്മയും അവൻ്റെ പിതാവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അന്ന് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും എമിദിയോയെയും അപ്പനെയും പുറത്തെത്തിച്ച അപരിചിതനായ വ്യക്തിയെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ സത്യത്തിൽ അവൻ അമ്പരന്നുപോയി. 12ാം വയസ്സിൽ ഒരു കപ്പുച്ചിൻ വൈദികനാകാൻ ആഗ്രഹിച്ച എമിദിയോ അവേസാനോയിലെ ഒരു കപ്പുച്ചിൻ സന്യാസ മഠത്തിൽ പ്രവേശിച്ചു. 1922 നൊവിഷ്യേറ്റ് പൂർത്തിയാക്കിയ ഇദ്ദേഹം ഡൊമിനിക് എന്ന നാമം സ്വീകരിച്ചു. പഠന കാലയളവിൽ മിലിറ്ററി മേഖലകളിലേക്കായിരുന്നു അദ്ദേഹത്തെ ശുശ്രൂഷകൾക്കായി അയച്ചത്. 1931 അദ്ദേഹം ഒരു വൈദികനായി അഭിഷിക്തനായി. തുടർന്നും മിലിറ്ററി ചാപ്ലിനായി നിരവധി മേഖലകളിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. അതിനു മുമ്പ് വിശുദ്ധ പാദ്രെ പിയോയെ ദർശിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. തുടർന്നും വൈദികൻ ശുശ്രൂഷകളുമായി മുമ്പോട്ട് പോയി. അങ്ങനെയിരിക്കെയാണ് 1941 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കവേ ഫാദർ ഡൊമിനിക്കിന് ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പഞ്ചശതങ്ങൾ കാണപ്പെട്ടു. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാകണം അദ്ദേഹം ജീവിതക്രമത്തിൽ മാറ്റം കൊണ്ടുവന്നു. മാംസം വർജിച്ചതും കൂടുതൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതുമെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെയിരിക്കെ 1966 അദ്ദേഹം മനോപ്പലയിലേക്ക് ശുശ്രൂഷകൾക്കായി എത്തിയപ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ്. അവിടെ വെച്ച് അദ്ദേഹം കണ്ട വോൾട്ടോ സാൻഡോ എന്ന ക്രിസ്തുവിൻ്റെ ചിത്രം കണ്ട് സത്യത്തിൽ ഞെട്ടി. 9ാം വയസ്സിൽ ഭൂമികുലുക്കം മൂലം കെട്ടിടത്തിനടിയിൽപ്പെട്ട തന്നെ രക്ഷപ്പെടുത്തിയ അപരിചിതൻ്റെ ചിത്രം തന്നെയായിരുന്നു അത്. അന്ന് തന്നെ യേശു നേരിട്ടിറങ്ങി രക്ഷപ്പെടുത്തി എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ദൈവസ്നേഹം ഇരട്ടിയാക്കി. അദ്ദേഹം ആ ചിത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ ആരംഭിച്ചു. ചിത്രവും ടൂറിനിലെ തിരുക്കച്ചയിലെ ചിത്രവും തമ്മിലുള്ള സാമ്യതകളെക്കുറിച്ചായിരുന്നു പ്രധാനമായും ഈ വൈദികൻ താരതമ്യം ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വാൾട്ടോ സാൻഡോയുടെ ആദ്യ അപ്പോസ്തലൻ എന്നായിരുന്നു ഫാദർ ഡൊമിനിക്കോ അറിയപ്പെട്ടത്. വൈദികന് പഞ്ചക്ഷതമേറ്റതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സിസ്റ്റർ പെട്ര മരിയയുടെ ഗവേഷണത്തിലാണ് സ്ഥിരീകരിക്കുന്നത്. 1978 സെപ്റ്റംബർ 17 ടൂറിനിൽ വെച്ച് ഒരു വാഹനം പിടിച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒരു വിശുദ്ധ ജീവിതം നയിച്ച വൈദികനെ 2015 പരിശുദ്ധ സിംഹാസനം ദൈവദാസനായി പ്രഖ്യാപിക്കുന്നത്.